റിയാസ്, വിലാപയാത്ര ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരാറായിട്ടുണ്ടോ? അവിടെ എത്രത്തോളം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആംബുലൻസിൽ ഈ കണ്ണാടിക്കൽ ടൗണിലെത്തും. ഇവിടെ നിന്നും കാൽനടയായി വിലാപയാത്രയായാണ് അർജുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ എന്തായാലും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബിഷപ്പുണ്ട്. ഈ അർജുൻ്റെ വിയോഗം അത് എത്രമാത്രം നമ്മുടെ പൊതുസമൂഹത്തിന് വേദന ഉളവാക്കിയിട്ടുണ്ട്? അർജുൻ്റെ വിയോഗം വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരാൾ, നമ്മുടെ മകനോ സഹോദരനോ മരിച്ചതുപോലെയാണ് ഈ നാട്ടുകാർക്കും അതുപോലെ കേരള ജനതയ്ക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയമാണ് നമുക്കെല്ലാവർക്കും. ഈ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കുചേരുകയാണ്. പ്രത്യേകിച്ച് ആ വീട്ടുകാരോടൊപ്പം അതുപോലെ തന്നെ ഈ നാട്ടിലെ ഞാൻ പ്രത്യേകമായിട്ട് പങ്കുചേരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നിട്ടും ഇന്ന് ഇവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നത്. എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചു ജീവനോടെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. അല്ലാതെ കാരണം എല്ലാ ജനങ്ങളും ആദ്യം ആഗ്രഹിച്ചത് അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ അർജുൻ്റെ നമുക്ക് അവശേഷങ്ങൾ കിട്ടി. ഞാൻ മലപ്പറമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ്, എൻ്റെ അയൽക്കാരനെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കും. മറ്റൊന്ന്, ഈ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടതാണ്. എല്ലാ മനുഷ്യരും ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായി തീരുകയാണ്. അതായത് ഇത് നമ്മളുടെ കൂട്ടായ്മ, ഒരുമ, സ്നേഹം, നമ്മളെ ഒരുമയിലേക്ക് കൊണ്ടുവന്ന, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് അർജുനെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെല്ലാം ഒരുമിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം ഒരുമിപ്പിക്കുകയാണ്. മരണങ്ങളൊക്കെ നമ്മളെ നന്മയിലേക്ക് നയിക്കും, നമ്മൾ കൂടുതൽ ശക്തി നൽകും. അപ്പോൾ ഈ മരണവും നമുക്കെല്ലാവർക്കും ഒരുമിക്കാനും കൂട്ടായ്മയിൽ ജീവിക്കാനും പ്രചോദനം നൽകുകയാണ്. അത് നല്ല കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ബിഷപ്പ് പറയുന്നത്, ലിബീഷ്. കാരണം ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, അദ്ദേഹം കോഴിക്കോട് രൂപത ബിഷപ്പാണ്. അദ്ദേഹത്തെ തൊട്ട് അടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്, മലാപ്പറമ്പിലാണ്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് തൻ്റെ ഒരു അയൽക്കാരനെയാണ് നഷ്ടപ്പെട്ടത്. മനുഷ്യസ്നേഹത്തിൻ്റെ മഹാപ്രതീകമാണ് അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ, അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ നമ്മൾ കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അതിരുകളും മറന്ന് അർജുന് വേണ്ടി നമ്മൾ കാത്തിരുന്നു. അർജുൻ്റെ ഭൗതികദേഹം കണ്ടെത്താനായത് ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ കൂടിയും അത് ആശ്വാസകരമായ ഒരു കാഴ്ച കൂടിയാണ്. അർജുൻ്റെ ഭൗതികദേഹമെങ്കിലും നമുക്ക് ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ശരി, എന്തായാലും റിയാസ് അല്പസമയത്തിനകം തന്നെ കണ്ണാടിക്കൽ ടൗണിലേക്ക് മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വേഗത്തിൽ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.